ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ഇത് യൂണിറ്റ് 3-ലെ ഇൻ ഹാർമണി എന്ന സ്റ്റോറിയുടെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെയാണ് നിർത്തിയേ? ഷി വാസ് അഫ്രൈഡ്, അവൾ ഭയന്നു അല്ലേ? ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി, അവൾ റോക്കിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി അല്ലേ? ഇനി ആ റോക്കി ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? നോക്കാം. The hungry crow, the hungry crow, വിശക്കുന്ന കാക്ക. റോക്കി വാക്ക്ഡ് ബാക്ക്, റോക്കി വാക്ക്ഡ് ബാക്ക്, റോക്കി തിരിച്ചു നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ, ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ, വഴിയിൽ വെച്ച് അവനൊരു അസ്ഥി കിട്ടി, ഒരു എല്ല് കഷ്ണം കിട്ടി. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്, ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്, അവൻ പുല്ലിലിരുന്ന് അത് ചവക്കാൻ തുടങ്ങി. വാ മഞ്ചി ഊഷ്, അതെന്താണെന്നറിയോ? അത് അവൻ ടേസ്റ്റ് അനുഭവിക്കുന്നതാണ്. നമ്മൾ ടേസ്റ്റി, ഡിലീഷ്യസ് എന്നൊക്കെ കേട്ടില്ലേ? അതുപോലത്തെ വാക്കാണ് വാ, മഞ്ചി, ഊഷ് ഇതൊക്കെ. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്, ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്, അവൻ സന്തോഷം കൊണ്ട് കണ്ണടച്ചു. റോക്കി തിരിച്ചു നടന്നു. വഴിയിൽ വെച്ച് ഒരു എല്ലിൻ കഷ്ണം കിട്ടി. അവൻ ഒരു പുല്ലിലിരുന്ന് അത് ചവക്കാൻ തുടങ്ങി അല്ലേ? അവൻ സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ അടച്ചു. ദ ക്രോ വാസ് ഒബ്സർവിംഗ് ദ സീൻ, ദ ക്രോ വാസ് ഒബ്സർവിംഗ് ദ സീൻ, കാക്ക അത് നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഒബ്സർവിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരുന്നു, നിരീക്ഷിച്ചു എന്നൊക്കെ പറയില്ലേ? അതിനൊക്കെ ഒബ്സർവിംഗ് എന്നാണ് പറയാ. ദ ക്രോ വാസ് ഒബ്സർവിംഗ് ദ സീൻ, ആ കാക്ക ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു. ഷീ വാസ് വെരി ഹംഗ്രി, ഷീ വാസ് വെരി ഹംഗ്രി, അവൾക്ക് വളരെ വിശന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ അവൾക്ക് വളരെ വിശന്നു. ഷീ വാസ് വെരി ഹംഗ്രി. ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ എവേ, ഷീ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ എവേ, അവൾ ആ എല്ലിൻ കഷ്ണം പറിച്ചെടുത്ത് പറന്നുപോയി. ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറക്ക, സ്നാച്ച്ഡ് എന്ന് പറഞ്ഞാൽ പറിച്ചെടുത്ത്. അവളിപ്പോ ആ എല്ലിൻ കഷ്ണം പറിച്ചെടുത്ത് പറന്നുപോയി. ഓ യു നോട്ടി ക്രോ, ഓ യു നോട്ടി ക്രോ, നോട്ടി എന്ന് പറഞ്ഞാൽ വികൃതി. ഓക്കെ, നമ്മൾ കുരുത്തക്കേടൊക്കെ കാണിക്കൂലേ? അതിനെയാണ് നോട്ടി എന്ന് പറയാ. അയ്യോ നീ ഒരു കുരുത്തക്കേടുള്ള കാക്ക, റോക്കി ബേർക്കിഡ്, റോക്കി ബേർക്കിഡ്, റോക്കി കുരച്ചു. അവന്റെ എല്ലും കഷ്ണം എടുത്തോട് പോയില്ലേ? അതുകൊണ്ട് നീ ഒരു കുരുത്തക്കേടുള്ള കാക്ക എന്ന് പറഞ്ഞ് റോക്കി കുരച്ചു. ഈ പിക്ചർ കണ്ടോ? എല്ലിൻ കഷ്ണം എടുത്തോണ്ട് പോകുന്ന കാക്കയെ കാണാം അല്ലേ? ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു, ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു, അവൻക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്, ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്, അവൻ പലതവണ മുകളിലേക്കും താഴേക്കും ചാടി. സെവറൽ ടൈംസ് എന്ന് പറഞ്ഞാൽ പലതവണ. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്, ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്, അവൻ തല ചൊറിഞ്ഞ് ചെളിയിൽ ഉരുണ്ടു. സ്ക്രാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ചൊറിയ, റോൾഡ് എന്ന് പറഞ്ഞാൽ ഉരുള, മഡ് എന്ന് പറഞ്ഞാൽ അറിയോ? മഡ് എന്ന് പറഞ്ഞാൽ ചെളി. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്, അവൻ തല ചൊറിഞ്ഞ് ചെളിയിൽ ഉരുണ്ടു. സ്ലോലി ഹി കാംഡ് ഡൗൺ, സ്ലോലി ഹി കാംഡ് ഡൗൺ, പതുക്കെ അവൻ ശാന്തനായി. ആദ്യം എന്താ ചെയ്തേ? അവൻ മുകളിലേക്കും താഴേക്കും പല തവണയായി ചാടി അല്ലേ? ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്. എന്നിട്ടോ അവനവന്റെ തല ചൊറിഞ്ഞ് ചെളിയിൽ ഉരുണ്ടു അല്ലേ? ഇപ്പോ അവൻ പതുക്കെ ശാന്തനായി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റോക്കി ബേർക്ക്ഡ് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈംസ്, വൈ? റോക്കി ഉറക്കെ കുരച്ചു, പലതവണ മുകളിലേക്കും താഴേക്കും ചാടി. എന്തുകൊണ്ട്? എന്തുകൊണ്ടാ? അവന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലും കഷ്ണം കാക്ക പറിച്ചോണ്ട് പോയി അല്ലേ? അടുത്ത പേജ് നോക്കിയാലോ. ദ ഹെവി റെയിൻ, ദ ഹെവി റെയിൻ, റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മഴ. ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ?
കനത്ത മഴ. ഓക്കെ, ദ ഹെവി റെയിൻ, കനത്ത മഴ. സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്. സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്. പെട്ടെന്ന് നീലാകാശം ഇരുണ്ടു. ദ വിൻഡ് ഹൗൾഡ്. ദ വിൻഡ് ഹൗൾഡ്. ഹൗൾഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹൗൾഡ് എന്ന് പറഞ്ഞാൽ അലറി എന്നാണ്. കാറ്റ് അലറി. കാറ്റ് അലറി എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ് ഉറക്കെ വീശി. അപ്പോൾ ഒരു ശബ്ദം ഉണ്ടാവൂലേ? അതിനെയാണ് അലറി എന്ന് പറഞ്ഞത്. ഓക്കെ, ദ വിൻഡ് ഹൗൾഡ്. കാറ്റ് ഉറക്കെ വീശി. എ ഹെവി തണ്ടർ ഷൂക്ക് ദ ഗ്രൗണ്ട്. എ ഹെവി തണ്ടർ ഷൂക്ക് ദ ഗ്രൗണ്ട്. ഒരു കനത്ത ഇടി ഭൂമിയെ കുലുക്കി. തണ്ടർ എന്ന് പറഞ്ഞാൽ ഇടി. ഓക്കെ, ഷൂക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കുലുക്കി. ഒരു കനത്ത ഇടി ഭൂമിയെ കുലുക്കി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. മഴ പെയ്യാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങി. എന്താ? റെയിൻ, മഴ പെയ്യാൻ തുടങ്ങി. ക്രാ ക്രാ ദ ക്രോ കേവ്ഡ് അലൗഡ്. ക്രാ ക്രാ ദ ക്രോ കേവ്ഡ് അലൗഡ്. ക്രാ ക്രാ എന്നാരുടെ ശബ്ദമാ? കാക്കയുടെ അല്ലേ? ദ ക്രോ കേവ്ഡ് അലൗഡ്. കാക്ക ഉറക്കെ കരഞ്ഞു. എന്തേ കാരണം? ഇപ്പോൾ ഇവിടെ നല്ല കാറ്റും ഇടിയും മഴയൊക്കെയാണ് അല്ലേ? ഷീ സോ ഹെർ നെസ്റ്റ് സോയിങ് ഇൻ ദ വിൻഡ്. ഷീ സോ ഹെർ നെസ്റ്റ് സോയിങ് ഇൻ ദ വിൻഡ്. കാറ്റിൽ അവളുടെ കൂട് ആടുന്നത് അവൾ കണ്ടു. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? കൂട്. സോയിങ് എന്ന് പറഞ്ഞാൽ ആടുന്നത്. കാറ്റിൽ അവളുടെ കൂടാടുന്നത് അവൾ കണ്ടു. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ. പെട്ടെന്ന് മരത്തിന്റെ കൊമ്പ് താഴെ വീണു. അതിലുണ്ടായിരുന്ന കൂടും താഴെ വീണു. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? പെട്ടെന്ന് വലിയ കാറ്റും ഇടിയും മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. കാക്ക ക്രാ ക്രാ എന്ന് ഉറക്കെ കരഞ്ഞു അല്ലേ? എന്തേ അങ്ങനെ കരയാൻ കാരണം എന്തേ? കാറ്റിൽ അവളുടെ കൂടാടുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് മരത്തിന്റെ കൊമ്പും അതിന്റെ കൂടും താഴെ വീണു. ഈ ഫോട്ടോ കണ്ടോ? മരത്തിന്റെ കൊമ്പൊടിഞ്ഞ് താഴെ വീഴുന്നതായിട്ട് കാണാം അല്ലേ? അതിന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, കണ്ടോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്? കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും? കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും? നോക്കാം, അടുത്ത പേജിൽ നോക്കാം. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്. സഹായിക്കാത്തവരെ സഹായിക്കുന്നു. കിയോ കിയോ റോക്കി ഹിയർഡ് എ സൗണ്ട്. കിയോ കിയോ റോക്കി ഹിയർഡ് എ സൗണ്ട്. കിയോ കിയോ എന്ന് റോക്കി ഒരു ശബ്ദം കേട്ടു. ഹി സോ ദ ചിക്സ് ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. ഹി സോ ദ ചിക്സ് ലേയിങ് ഓൺ ദ ഗ്രൗണ്ട്. കുഞ്ഞുങ്ങൾ നിലത്ത് കിടക്കുന്നത് അവൻ കണ്ടു. എന്തിന്റെ കുഞ്ഞുങ്ങളാ? കാക്കയുടെ കുഞ്ഞുങ്ങൾ. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക്ഡ് ടുവേഴ്സ് ദ നെസ്റ്റ്. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക്ഡ് ടുവേഴ്സ് ദി നെസ്റ്റ്. അവൻക്ക് അവരോട് സഹതാപം തോന്നി കൂട്ടിലേക്ക് നടന്നു. പിറ്റി എന്ന് പറഞ്ഞാൽ സഹതാപം. ദ ചിക്സ് വേർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. ദ ചിക്സ് വേർ ഡ്രെഞ്ച്ഡ് ഇൻ ദ റെയിൻ. കാക്കക്കുഞ്ഞുങ്ങൾ മഴയിൽ നനഞ്ഞു. ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞു. കിയോ കിയോ their cry became louder. കിയോ കിയോ എന്താ? അവര് കരയുന്നതാ. their cry became louder. അവരുടെ കരച്ചിൽ കൂടുതൽ ഉച്ചത്തിലായി. they were shivering. they were shivering. അവർ വിറക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചളിച്ചൊക്കെ വിറക്കൂലേ? അതിനെയാണ് ഷിവറിങ് എന്ന് പറയാ. ഡോണ്ട് വറി ഡിയേഴ്സ്. ഡോണ്ട് വറി ഡിയേഴ്സ്. വിഷമിക്കേണ്ട പ്രിയപ്പെട്ടവരെ. റോക്കി കൺസോൾ ദം. റോക്കി കൺസോൾ ദം. റോക്കി അവരെ ആശ്വസിപ്പിച്ചു. കൺസോൾഡ് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുക. ഹെൽപ്പ് മീ ഹെൽപ്പ് മീ റോക്കി ഹിയർഡ് എ ക്രൈ. ഹെൽപ്പ് മീ ഹെൽപ്പ് മീ റോക്കി ഹിയർഡ് എ ക്രൈ. എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ. റോക്കി ഒരു കരച്ചിൽ കേട്ടു. ഹി ടേൺഡ് ടുവേഴ്സ് ദ സൗണ്ട്. ഹി ടേൺഡ് ടുവേഴ്സ് ദ സൗണ്ട്. അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു. ഹി സോ ദ മദർ ക്രോ കോട്ട്
under a fallen branch. He saw the mother crow caught under a fallen branch. വീണു കിടക്കുന്ന ഒരു കൊമ്പിന്റെ ചുവട്ടിൽ അമ്മ കാക്ക കുടുങ്ങി കിടക്കുന്നത് അവൻ കണ്ടു. ഹിസ് ഹേർട്ട് മെൽറ്റഡ്. ഹിസ് ഹേർട്ട് മെൽറ്റഡ്. അവന്റെ ഹൃദയം ഉരുകി. മെൽറ്റഡ് എന്ന് പറഞ്ഞാൽ ഉരുകി. അവൻക്കിത് കണ്ട് അവന്റെ ഹൃദയം ഉരുകി. റോക്കി ട്രൈഡ് ടു മൂവ് ദ ബ്രാഞ്ച്. റോക്കി ട്രൈഡ് ടു മൂവ് ദ ബ്രാഞ്ച്. റോക്കി ആ മരക്കൊമ്പ് മാറ്റാൻ ശ്രമിച്ചു. ഇറ്റ് വാസ് ഹെവി. ഇറ്റ് വാസ് ഹെവി. അത് വളരെ ഭാരമുള്ളതായിരുന്നു. അവൻ ആ മരക്കൊമ്പ് മാറ്റാൻ നോക്കി, പക്ഷെ അത് വളരെ ഭാരമുള്ളതായിരുന്നു. He pulled it with all his strength. He pulled it with all his strength. അവൻക്ക് പറ്റാവുന്നത് പോലെ അത് വലിച്ചു. പുള്ളിഡ് എന്ന് പറഞ്ഞാൽ വലിച്ചു. ഓക്കെ. Finally, he was able to move it and save the crow. Finally, he was able to move it and save the crow. അവസാനം അയാൾക്കത് നീക്കാനും കാക്കയെ രക്ഷിക്കാനും കഴിഞ്ഞു. The crow's eyes welled up. The crow's eyes welled up. കാക്കയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. She looked at Rocky with gratitude. She looked at Rocky with gratitude. അവൾ നന്ദിയോടെ റോക്കിയെ നോക്കി. Take care, said Rocky and walked away. Take care, സൂക്ഷിച്ചു പോകൂ, said Rocky and walked away. സൂക്ഷിച്ചു പോകൂ എന്ന് റോക്കി പറഞ്ഞ് നടന്നുപോയി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് വുഡ് യു ഡു ഇഫ് യു വെയർ ഇൻ റോക്കീസ് പ്ലേസ്? റോക്കിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? രക്ഷിക്കോ? അല്ല എല്ലാം കസ്റ്റിനെ അടുത്ത ദേഷ്യത്തിൽ രക്ഷിക്കാതെ പോവോ? എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? നമ്മുടെ ഈ കഥ ഇവിടെ അവസാനിച്ചു. ഇനി വരാൻ പോകുന്നത് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.